ലോകത്തിന് വളരെ മോശമായ രീതിയിലുള്ള മാതൃകകൾ കാണിച്ചിരുന്ന ഒരു സമൂഹം ലോകത്തെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുടെ, ഏറ്റവും മഹിതമായ മൂല്യങ്ങളുടെ, നീതിയുടെയും അതുപോലെ തന്നെ അവകാശങ്ങളുടെയും ഒക്കെ സംരക്ഷകരമാകുന്ന, ലോകത്ത് സമാനതകളില്ലാത്ത ഒരു സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും തുടക്കക്കാരായി മാറ്റുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞത് റസൂൽ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്ന ഒരു പണി കൂടി ചെയ്തതുകൊണ്ടാണ്. അവിടെ നീതിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ആളുകളുടെ നീതിയും സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവരുടെ ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്തിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുത്തതെന്ന്. കുറെ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമല്ല, ആ നല്ല മനുഷ്യന്മാരെ കൊണ്ട് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഒരു നവീകരണം, അതിന്റെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയക്കാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയത്. അവിടെ ഓരോരുത്തരിലും വ്യക്തികളിൽ നീതി ഉണ്ടാക്കുന്ന, കുടുംബത്തിനകത്ത് നീതിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറയുന്നുണ്ടല്ലോ. ഇണകളും തുണകളുമായിട്ടുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട നീതിയെ കുറിച്ച് പറയുന്നുണ്ട്. മക്കളെ കുറിച്ച്, നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുമ്പോ ആ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ അനീതി കാണിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുടുംബത്തിനകത്ത് നീതിയെ കുറിച്ച് സംസാരിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തില്, മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടപ്പാടുകളുടെ കാര്യത്തില്, അങ്ങനെ തുടങ്ങി നീതിയുടെ വിശാലമായ തലങ്ങള് ഓരോ ഇടത്തും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ നീതിയുടെ സാക്ഷ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു വശത്ത് റസൂൽ എങ്ങനെയാണ് നീതിമാനായത്, അതൊരുപാട് നമ്മൾ ധാരാളമായിട്ട് അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക എന്നുള്ളതല്ല, മറിച്ച് റസൂലിനോട് നമുക്കുള്ള ഒരു നീതിയെ കുറിച്ച് കൂടി ആലോചിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ആയിരുന്നു. റസൂൽ ഏറ്റവും മഹിതമായിരുന്നു. അങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുകയും അങ്ങനെ പറയുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് പിരിഞ്ഞു പോവുകയല്ലോ. അങ്ങനെയൊക്കെ റസൂൽ ജീവിച്ചത് എന്തിനാണ് എന്ന ഒരു ചോദ്യം പ്രധാനമാണ്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ മൂല്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് അങ്ങനെ വലിയ മൂല്യങ്ങളുള്ള, ഇതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിലനിന്നത് എന്ന് ചോദിച്ചാല് അതിൽ നമുക്കും ഒരുപാട് മാതൃകകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ റസൂലിനോടുള്ള നീതി എന്താണ് എന്നതുകൂടി പരിശോധിക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക. നമുക്ക് ആ റസൂലിനോട് ചില കടപ്പാടുകൾ ഉണ്ടല്ലോ. ആ റസൂലിനോടുള്ള കടപ്പാടുകൾ എന്താണ്? ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കടപ്പാടുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് അൽ ഈമാനു ബിർ റസൂൽ എന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തത് ഇത്താഅത്തുർ റസൂൽ എന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാഉ ചെയ്യുക, പിന്തുടരുക എന്നുള്ളതാണ്. നാലാമത്തത് ഹുബ്ബുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ റസൂലിനോടുള്ള ഒരു കടപ്പാട് കൂടി അതിൽ പ്രധാനമാണ്. എന്താണ് ഈമാൻ ബിർ റസൂൽ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെയും അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണമെന്ന് അല്ലാഹ് നമ്മളോട് പറയുന്നുണ്ട്. ആമിനൂ ബില്ലാഹി വ റസൂലി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അവന്റെ ദൂതരിലും വിശ്വസിക്കണം. നമ്മളൊക്കെയും അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മളൊക്കെയും വിശ്വസിക്കുന്നുണ്ട്. 1500 വർഷങ്ങൾക്കപ്പുറം മക്കയിൽ റസൂൽ പിറന്നിട്ടുണ്ട്. പിറക്കുന്ന സമയത്ത് ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. തുള്ളിച്ചാടി നടക്കുന്ന പ്രായത്തില് ഉമ്മയും വഫാത്തായി പോയിട്ടുണ്ട്. അനാഥനായി തീരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ആ സമൂഹത്തിൽ വളരുന്നത് ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളോടുകൂടിയാണ്. ആ സമൂഹം അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചു. 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള വിധവയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. 40-ാമത്തെ വയസ്സായപ്പോൾ നബുവത്ത് കിട്ടി. ആ നബുവത്തുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചവർ കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി. കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കുന്നവരെന്ന് വിളിക്കാൻ തുടങ്ങി. പരിഹാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ജീവിച്ചു. ആ നാട് വിട്ടു പോകേണ്ടി വന്നു. പ്രിയപ്പെട്ട പലരും ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. താങ്ങും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് യാത്രയായി. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ ബീവി മാത്രമാണ് ജീവനോടുള്ളത്. ബാക്കി എല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കെ
വഫാത്തായി പോയ മക്കളാണ്. പ്രിയപ്പെട്ട പലരും കൺമുന്നിൽ കൊല്ലപ്പെടേണ്ടത് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെയും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറും ഉഹുദും അതുപോലെ ഹുദൈബിയയും മക്കാ വിജയവും ഒക്കെ കഴിഞ്ഞ് 63-ാം വയസ്സിൽ ഇങ്ങനെ അള്ളാഹുവിലേക്ക് യാത്രയായി പോയ ഒരു റസൂലിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഇതാണ് റസൂലിലുള്ള വിശ്വാസം എന്ന് ചോദിച്ചാൽ, അവിടുന്ന് പഠിപ്പിച്ചതൊക്കെയും യാഥാർത്ഥ്യമാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തതൊക്കെ സത്യമായി പുലരാനുള്ളതാണ്. അതാണ് ഏറ്റവും ശരിയായത് എന്ന് ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് അതെന്റെ ബുദ്ധിക്ക് എന്റെ യുക്തിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതിനേക്കാൾ അപ്പുറം അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനാണ് ഈമാൻ ബിർ റസൂൽ എന്ന് പറയാം. സഹാബത്ത് അങ്ങനെയായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോ അത് ഷഹീദാണ്, നിനക്ക് സ്വർഗമുണ്ട്. തിന്നുകൊണ്ടിരുന്ന കാരൊക്കെ അവിടെ വെച്ചിട്ട് ആ സഹാബി യുദ്ധക്കളത്തിലേക്ക് ഓടിപ്പോകാൻ. അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല, ഇതിപ്പോ ശരിയാവോ, അങ്ങനെ ഇപ്പൊ കൊല്ലപ്പെട്ടിട്ട് ഇപ്പൊ സ്വർഗം കിട്ടുമോ, ഉറപ്പുണ്ടോ? അള്ളാന്റെ റസൂല് പറയുമ്പോ പിന്നെ അവിടെ വേറൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ടതില്ലാത്ത വിധത്തിൽ അവരതിനെ അംഗീകരിക്കുന്നവരായിരുന്നു എന്നതാണ്. മദീനയിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്, മാർക്കറ്റിൽ സാധനങ്ങളൊന്നും കിട്ടാനില്ല. ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു കച്ചവട ചരക്ക് ഇങ്ങനെ മദീനയുടെ മാർക്കറ്റിലേക്ക് വന്നു. കച്ചവടക്കാരെല്ലാം ചുറ്റും കൂടുകയാണ്. അവരിങ്ങനെ വില പറയാൻ തുടങ്ങി. വില പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുന്നില്ല. അവര് വില കൂട്ടി, എന്നിട്ടും കൊടുക്കുന്നില്ല. അവർ പരമാവധി വില കൂട്ടി പറഞ്ഞു. കാരണം എത്ര വില കൊടുത്ത് വാങ്ങിയാലും അവർക്ക് അതിനേക്കാൾ വിലക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പരമാവധി വില പറഞ്ഞു നോക്കി, പക്ഷെ അദ്ദേഹം കൊടുക്കുന്നില്ല. അപ്പൊ അവര് ചോദിച്ചു, താങ്കൾക്ക് ഇതിനേക്കാൾ വലിയ ഓഫർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ സന്ദർഭത്തിൽ ഇത് സ്വതക്ക ചെയ്താൽ പടച്ചോൻ ധാരാളമായിട്ട് തിരിച്ചു തരും എന്ന് എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അത് മുഴുവൻ, ഒരുപാട് ലാഭം കിട്ടാവുന്ന കച്ചവട ചരക്ക് മുഴുവൻ അദ്ദേഹം ദാനം ചെയ്യുകയാണ്. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂൽ പറയുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ. വിശ്വാസി അള്ളാന്റെ റസൂലിൽ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിൽ വെള്ളിയാഴ്ച അങ്ങനെ ആവുമ്പോ അതെനിക്ക് കിട്ടണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. എന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാ ഞാൻ നഷ്ടപ്പെടുത്തും? അതുകൊണ്ട് അത് നഷ്ടമാവാതെ അത് എടുക്കാൻ വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് തിടുക്കം കാണിക്കും. അതിനാണ് ഈമാൻ എന്ന് പറയാം. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ജുമാ നടക്കുമ്പോ അതിലേക്ക് നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നേരത്തെ എത്തണം. നേരത്തെ എത്തുന്നവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങളുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞതാണല്ലോ, അതെനിക്ക് കിട്ടണല്ലോ എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവണം. അതിനാണ് ഈമാൻ. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറയുമ്പോ അതുണ്ട് എന്നൊരു ഉറപ്പുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ദാനം ചെയ്താൽ അത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒട്ടും കുറവ് വരുത്തുകയില്ല. പക്ഷെ നമുക്കൊരു വസ്വാസാണ് അല്ലെ, നമുക്കൊരു വസ്വാസം ഉണ്ടാവും. ഇപ്പൊ കൊടുത്താല് എനിക്ക് തികയോ, നമുക്ക് പ്രയാസാവൂലേ? അത് ശൈത്താന്റെ വസ്വാസാണ്. ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണി എന്താ? ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ ഇബ്ലീസ് ഒരു വസ്വാസം ഇങ്ങനെ ഉണ്ടാക്കുക നമ്മളുടെ മനസ്സിൽ. ഇപ്പൊ അത് കൊടുത്താൽ എന്റെ ആവശ്യത്തിന് തികയൂല, മുന്നിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ കൊടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയാണ്, നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ സമ്പത്തുനിന്ന് കുറവ് വരില്ല. ആരുടെ വാക്കുകളാണ് നമുക്ക് വിശ്വാസമാകുന്നത്? പിശാചിന്റെ വസ്വാസുകളാണോ നമ്മളിൽ വിജയിക്കുന്നത്? അതല്ല, എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, കൊടുത്താൽ എന്റെ സമ്പത്തിൽ നിന്ന് കുറയൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ റസൂലാണ്, അള്ളാന്റെ റസൂലാണ്. റസൂൽ ഒരിക്കലും വെറുതെ പറയില്ല എന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു വിശ്വാസമായി മാറുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയും. അതിനാണ് ഈമാൻ എന്ന് പറയാം. നമ്മളുടെ മക്കൾക്ക് വിവാഹാലോചന വരികയാണ്. മകൾക്ക് വിവാഹാലോചന വരുമ്പോൾ പലതരം പരിഗണനകൾ ഉണ്ടാവും നമ്മളുടെ മുന്നിൽ. നമ്മുടെ കുടുംബക്കാരുടെ കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇവിടെ സമ്പത്തും തറവാടിത്തവും സോഷ്യൽ സ്റ്റാറ്റസും ജോലിയും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരിഗണിക്കും, ദീനും പരിഗണിക്കും, ഒക്കെ പരിഗണിക്കും. അപ്പൊ അവിടെ നമ്മൾ ഏതിനാ മുൻഗണന നൽകുന്നത്? അപ്പൊ നമ്മള് ദീനിന് മുൻഗണന നൽകാൻ വിചാരിച്ചാൽ അപ്പൊ ചിലപ്പോ കുടുംബക്കാരിങ്ങനെ പറയും, ഇപ്പൊ മോള അങ്ങോട്ട് അയച്ചാൽ ഇപ്പോ ജീവിതം അത്ര നന്നാവോ, അത്ര സാലറി, അത്ര ശമ്പളം, അല്ലെങ്കിൽ ആ കുടുംബം അത്ര വലിയ കുടുംബം ഒന്നല്ലല്ലോ. അങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ പല അഭിപ്രായം പറയും. അപ്പൊ ചിലപ്പോ നമ്മൾ ആലോചിക്കും, അതിപ്പോ ശരിയാണല്ലോ, മോളെ ഭാവി പ്രധാനാണല്ലോ. നമ്മളുടെ മകളുടെ ഭാവിയെ കുറിച്ച് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂല് പറഞ്ഞത്? നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ സംതൃപ്തമായ ഒരു ആലോചന നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ നടത്തുക, അതിന് മുൻഗണന നൽകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും.
അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് പറയുന്ന കാര്യങ്ങളാണോ അള്ളാന്റെ റസൂല് പറഞ്ഞതാണോ നമുക്ക് വിശ്വാസമായി മാറുന്നത് എന്ന് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇങ്ങനെ ജീവിതത്തിൽ കുറെ പരീക്ഷണത്തിന്റെ സംഘർഷത്തിന്റെ സന്ദർഭം ഉണ്ടാവും. അവിടെ അള്ളാന്റെ റസൂലിന്റെ വാഗ്ദാനങ്ങൾ, വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ ഒരു വിശ്വാസമായി അടിയുറച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻഗണന നൽകുന്നിടത്താണ് നമുക്ക് അള്ളാന്റെ റസൂലിൽ എത്ര വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാവുക. അതാണ് ഈമാൻ ബിൽ റസൂൽ എന്ന് പറഞ്ഞാൽ. ഇതാഅത്തുർ റസൂൽ, രണ്ടാമത്തെ കടപ്പാട് എന്ന് പറയുന്നത് റസൂലിനോടുള്ള ഇതാഅത്താണ്, അനുസരണമാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം. റസൂലിനെ അനുസരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ റസൂലിന്റെ വാക്കുകളെ നമ്മൾ വേറെ ഏതോ ആള് പറയുന്ന വാക്ക് പോലെ കാണരുത്, ഒരു സാധാരണ മറ്റൊരാൾ പറയുന്ന വാക്ക് പോലെ കാണരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂല് നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നത് പോലെ കാണരുത്. ഇപ്പൊ നമ്മളൊരു ഒരാള് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ആ വിളി നമ്മൾ കേൾക്കണോ, അതിന് ഉത്തരം നൽകണോ എന്ന് നമ്മൾ തീരുമാനിക്കുക എങ്ങനെ? നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒഴിവുണ്ടോ, അപ്പൊ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടോ, അല്ലെങ്കിൽ അപ്പൊ പോയ എവിടെ എന്തെങ്കിലും മുടങ്ങോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഒരാൾ നമ്മളെ വിളിച്ചാൽ അത് കേൾക്കണോ വേണ്ട നമ്മൾ തീരുമാനിക്കുക. അള്ളാഹ് പറയാണ്, അങ്ങനെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയല്ല അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂല് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാല് അവിടെ പിന്നെ നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, എങ്ങനെയാണ് എന്നതൊന്നും അവിടെ വിഷയമല്ല, അതിനെ നിങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നിടത്താണ്. അതാണ് ഇതാഅത്തുർ റസൂൽ. സ്വഹാബിമാർ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കൽപ്പനകളും അവർ നെഞ്ചേറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോ ചർച്ച നടക്കുകയാണ്, യുദ്ധത്തെ കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. എങ്ങനെ യുദ്ധം ചെയ്യണം, നമ്മുടെ മദീനയുടെ ഉള്ളിൽ നിന്ന് യുദ്ധം ചെയ്യണോ, അതല്ല പുറത്തു പോയി യുദ്ധം ചെയ്യണോ? പലതരം അഭിപ്രായങ്ങൾ വന്നു, അഭിപ്രായങ്ങളിൽ തീരുമാനമാകുന്നില്ല. അപ്പൊ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് റസൂലിനോട് പറയണ്ടല്ലോ, റസൂലേ, ഞങ്ങൾ വിശ്വാസികളായി മാറുന്ന സമയത്ത് താങ്കളോട് ഒരു ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? ഏത് സന്ദർഭത്തിലും താങ്കൾ അനുസരിക്കുമെന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയാണ്. താങ്കൾ ഞങ്ങളെയും കൊണ്ടിട്ട് ഒരു മഹാസാഗരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഈ കടൽ മുറിച്ചു കടക്കണം എന്നാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ അതും അനുസരിക്കാൻ തയ്യാറായി വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് റസൂലെ, താങ്കൾ കൽപ്പിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതാഅത്ത് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കയറിയിട്ട് അപ്പോ പലരും ഇങ്ങനെ നിൽക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇജ്ലിസു എന്ന് പറഞ്ഞു, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇങ്ങനെ കയറിയിട്ടില്ല. മൂപ്പര് ആ വാതിലിന്റെ പുറത്ത് തന്നെ ഇരുന്നു, അവിടെ തന്നെ ഇരുന്നു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഇബ്നു മസ്ഊദ്, ഇങ്ങോട്ട് കയറിയിരിക്കും, തആൽ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് എന്താ? ഇജ്ലിസു എന്നുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കാണ്, ഇരിക്കുക എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഏത് അവസ്ഥയിലാണ്, പള്ളിയിലാണോ പുറത്താണോ എന്നൊന്നും ആലോചിക്കില്ല, അവിടെ ഇരിക്കുക. അതാണ് ഇതാഅത്ത്. അവരുടെ ഒരു അനുസരണത്തിന്റെ ഒരു തലം അങ്ങനെയായിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുറെ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പനയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പലപ്പോഴും ചില വളരെ സവിശേഷമായ ഘട്ടങ്ങളിൽ എല്ലാവരും ഇറങ്ങേണ്ട ചില സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാവും. യുദ്ധത്തെ പോലുള്ള സന്ദർഭത്തിലൊക്കെ ആളുകളോടൊക്കെ യുദ്ധത്തിൽ വരാൻ പറയും. അങ്ങനെ ആ ഒരു സവിശേഷമായ നിർണായകമായ സാഹചര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ ഇങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കും, എന്താ ഉമ്മന്റെ ഇപ്പന്റെ ഒക്കെ അവസ്ഥ, എന്താണ് പെരയിലെ ഹാല് എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, റസൂലിന് അറിയാം ആ വീട്ടില് ഉമ്മാക്ക് ഉപ്പാക്ക് പ്രായമുള്ളവരുണ്ട്. അപ്പൊ അവര് ചിലപ്പോ പറയും, അവർക്ക് കുറച്ച് പ്രയാസാണ്, നമ്മളുടെ സാന്നിധ്യം ആവശ്യമുള്ള സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ റസൂൽ പറയും, ഫഫീഹി മാ ഫജാഹിദ്, നിങ്ങളുടെ ജിഹാദ് അവിടെയാണ് എന്ന് പറയാണ്. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളുടെ സാന്നിധ്യം, നമ്മളുടെ പരിചരണം, നമ്മളുടെ പരിഗണന ഒക്കെ ആവശ്യമുള്ള മാതാപിതാക്കളുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മളുടെ സാന്നിധ്യം അവരെ കൊടുക്കുന്നുണ്ട്, നമ്മളുടെ പരിചരണം കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ തിരക്കുകളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചിട്ട് ഒഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണോ അതിനെ പരിഗണിക്കാറുള്ളത്? അതല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുപോലെ ഓരോ കാര്യത്തിലും ഉണ്ടാവും. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധത്തിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരാളോട് പിണങ്ങിയാൽ, പിണക്കം നിങ്ങൾ പിണങ്ങാൻ പാടില്ല എന്ന് റസൂൽ പറയില്ല ചെയ്ത്, പിണക്കൊക്കെ ഉണ്ടാവും.
പക്ഷെ ഒരാളോട് നിങ്ങൾ തെറ്റിയാൽ 3 ദിവസത്തിലപ്പുറം അത് നീളാൻ പാടില്ല. റസൂലിന്റെ കൽപ്പനയാണ്. നമ്മൾ എങ്ങനെയാണ് ആ കൽപ്പനയെ സ്വീകരിക്കാറുള്ളത്? നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുണ്ടാവും. ആളുകളോടൊക്കെ പല പ്രശ്നങ്ങളുണ്ടായി തെറ്റി നിൽക്കുന്ന ആളുകൾ. എത്ര കാലം തെറ്റി നിൽക്കാറുണ്ട്? എത്രയോ വർഷമായി പരസ്പരം മിണ്ടാത്ത ആളുകളുണ്ടാവും. പരസ്പരം വീട്ടിൽ കയറാത്തവരുണ്ടാവും. വളരെ അടുത്ത ആളുകൾ വരെ ഉണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, അയൽവാസികളോട്, കുടുംബക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, സഹപ്രവർത്തകർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം അകന്നു നിൽക്കുന്നവരുണ്ടാവും. അവരോടൊന്ന് നന്നാവണം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടൊന്ന് പോയി വിട്ടിക്കൂടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മിണ്ടൂല. വാശിയായിരിക്കും, ഈഗോയായിരിക്കും. പലപ്പോഴും ഓനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ഓനെന്നെ തീർക്കട്ടെ എന്ന് പറയും. ആ വീട്ടിലേക്ക് ഞാൻ കയറൂല, ആ പടി ഞാൻ കയറൂല എന്നൊക്കെ പറയും. ആരോടാ നമ്മൾ വാശി കാണിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയാണ് അപ്പുറത്ത്, 3 ദിവസത്തിലപ്പുറം നിങ്ങളുടെ പിണക്കം നീളരുത് എന്നാണ്. ആ കൽപ്പനയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. അള്ളാന്റെ റസൂലിനെ അനുസരിക്കണമല്ലോ. അപ്പോ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പുറത്താണെങ്കിലും എന്റെ റസൂലാണ് എനിക്ക് വലുത്. എന്റെ ഈഗോയേക്കാൾ, എന്റെ വാശിയേക്കാൾ, എന്റെ ദുരഭിമാനത്തെക്കാൾ എന്റെ റസൂലാണ് എനിക്ക് വലുത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനാണ് പ്രശ്നമുണ്ടാക്കിയതെങ്കിലും അങ്ങോട്ട് പോയിട്ട് ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആ കൽപ്പനയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നിടത്താണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങൾ ഉണ്ടാവും. അതിൽ ഞാൻ എന്റെ റസൂലിന്റെ കൽപ്പനയെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അവിടെ നമ്മളുടെ വാശി, നമ്മളുടെ ഈഗോ, നമ്മളുടെ ദുരഭിമാനങ്ങള് അതൊന്നും അതിനൊരു കാരണവുമാകാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കാൻ പാടില്ല എന്ന് പറയും. കോപിക്കാൻ പാടില്ല. റസൂൽ പലപ്പോഴും സ്വഹാബിമാരെ ഉപദേശിച്ച ഒരു കാര്യമാണ് കോപിക്കാൻ പാടില്ല, ദേഷ്യം പ്രകടിപ്പിക്കരുത് എന്നാണ്. നമുക്കതിന് കഴിയാറുണ്ടോ? പലപ്പോഴും നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്, ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലിന്റെ കുറെ കൽപ്പനകളുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ അതങ്ങ് പ്രകടിപ്പിക്കും. ചില ആളുകൾക്കൊക്കെ അത് അംഗീകരിച്ചു കൊടുക്കും. നമ്മൾ ചിലരെ കുറിച്ച് നമ്മൾ പറയും, മൂപ്പരുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്, ദേഷ്യപ്പെടുന്ന ആളാണ്. മൂപ്പര് മാത്രമല്ല, മൂപ്പരെ വാപ്പി അങ്ങനെയായിരുന്നു, വല്യാപ്പി അങ്ങനെയായിരുന്നു, ഒരു പാരമ്പര്യമായി ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമുള്ളവരാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കാര്യാക്കണ്ട. അങ്ങനെ ഒരു പ്രകൃതം ഒരു വിശ്വാസിക്ക് പാടില്ല. കാരണം എന്താ? റസൂല് പറഞ്ഞിട്ടുണ്ട് അതിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കണം. പലപ്പോഴും ആളുകള് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? ചില സമയത്തൊക്കെ ദേഷ്യപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ, ദേഷ്യപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ടാവും. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാല്, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താല്, അപ്പൊ തിരിച്ച് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ, ചൂടായില്ലെങ്കിൽ ഞാനൊരാണാണ് എന്നൊക്കെ ചോദിക്കുന്ന ചില ഒരു ബോധങ്ങൾ ഉണ്ടാവും. ആ ബോധമല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയില് മൽപിടുത്തത്തിൽ ജയിക്കുന്ന ആളല്ല ശക്തിമാൻ എന്ന് പറഞ്ഞാല്, മറിച്ച് ആരാ ശക്തിയുള്ള ആള്? ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ശക്തിയുള്ളവർ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ പറയാൻ നമുക്കറിയാൻ പറ്റൂല. നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം എന്നൊക്കെ പറയണ്ടേ, നിങ്ങൾ ഒതുടുക്കണം എന്നൊക്കെ പറയണ്ടേ. അതായത് ആ ദേഷ്യത്തെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് പാലിക്കാൻ കഴിയാറുണ്ടോ? നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കാറാണോ? റസൂലിന്റെ കൽപ്പനയെ നമ്മൾ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. ഇങ്ങനെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? ഇത്തിബാഉർ റസൂൽ, റസൂലിനോടുള്ള 3ാമത്തെ ബന്ധം എന്ന് പറയുന്നത് റസൂലിനോടുള്ള ഇത്തിബാ ആണ്. റസൂലിനെ പിന്തുടരുക എന്നതാണ്. റസൂൽ നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, താങ്കൾ ഏറ്റവും മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവ മഹിമകളൊക്കെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക റസൂലിൽ ഉണ്ട് എന്നുള്ളതാണ്. റസൂൽ എന്തിലൊക്കെയാ മാതൃകയാകാന്ന് വെച്ചാല് എല്ലാ കാര്യത്തിലും അള്ളാന്റെ റസൂൽ നമുക്ക് മാതൃകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന ഒരാളാണ്. അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മമായ തലങ്ങളും നമ്മളുടെ മുന്നിലുണ്ട്. ആ സൂക്ഷ്മമായ ഓരോ തലങ്ങളും പരിശോധിച്ചാല് അള്ളാന്റെ റസൂൽ എങ്ങനെയായിരുന്നു ആളുകളോട് ഇടപഴകിയിരുന്നത് എന്നതൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പൊ ഓരോ കാര്യം എടുത്ത് നോക്കാം. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം. നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം?
അതിന് അള്ളാന്റെ റസൂലാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞാൽ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്ന് പറയാറുണ്ട്. അറബിയിൽ ഈമാൻ എന്ന് പറയുന്നത് അമ്ന് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. നിർഭയത്വം എന്നാണ് അതിന്റെ അർത്ഥം. ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചോനുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഒരു ധൈര്യം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഇരിക്കുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അവരെ പിടികൂടാനായിട്ട് വരുന്ന ശത്രുക്കളുടെ കാൽപെരുമാറ്റം ഇങ്ങനെ ഗുഹക്ക് പുറത്തു നിന്ന് കേൾക്കുന്ന മാത്രയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു ആദി പടരുന്നുണ്ട്. അദ്ദേഹം റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ, അവരെങ്ങാനും ഈ ഗുഹയിലേക്ക് കയറി വന്നാൽ നമ്മളെ രണ്ടുപേരെയും കാണൂലേ, നമ്മളെ രണ്ടുപേരെയും പിടികൂടൂലെ റസൂലെ, നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് യാതൊരു പരിഭ്രമവും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി ഉണ്ടല്ലോ, മാ വന്നക ബിഇസ്നൈനി യാ അബൂബക്കർ അല്ലാഹു സാലിസുഹുമാ. എന്തിനാ അബൂബക്കറെ നമ്മൾ രണ്ടുപേരാണെന്ന് വിചാരിക്കുന്നത്? നമ്മളുടെ കൂടെ മൂന്നാമതായിട്ട് പടച്ചോനില്ല എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് ആ ഭീതി എന്ന് മാറുകയാണ്. അതിനാണ് ഈമാൻ എന്ന് പറയാ. നമ്മൾ ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന ഒരു സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന പടച്ചറബന്റെ കൂടെയുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ബോധം നമുക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. ഫലസ്തീനികളിൽ നമ്മൾ കാണുന്ന ധൈര്യമുണ്ടല്ലോ. ചുറ്റുമുള്ളതെല്ലാം ഇല്ലാതായി തീരുമ്പോഴും, പ്രിയപ്പെട്ടവരെല്ലാം കൺമുന്നിൽ മരിച്ചു വീഴുമ്പോഴും അതിനു മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവെ കുറിച്ച് സംസാരിക്കുന്ന, പ്രതീക്ഷയോടുകൂടി സംസാരിക്കുന്ന അവരുടെ ഹൃദയത്തിലുള്ളത് പടച്ചോനെ കുറിച്ചുള്ള ഈ ബോധമാണ്. ആ ഒരു ബോധമാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മളിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പതറിപ്പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇത്ര വലിയ സാഹചര്യമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ ബേജാറായി പോകും, അസ്വസ്ഥതയായി പോകും. നമ്മൾ ആഗ്രഹിക്കാത്ത പല ചുറ്റുപാടുകളും ഉണ്ടാകും, പല സാഹചര്യങ്ങളും വരും. നമ്മളുടെ പ്രിയപ്പെട്ട പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്താ തോന്നുക? നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ബേജാറുണ്ടാകും, ഒരു അസ്വസ്ഥത ഉണ്ടാകും, നമുക്ക് ദുഃഖമുണ്ടാകും, വേദനയുണ്ടാകും. ആ ദുഃഖവും വേദനയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതല്ല, അതൊക്കെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കരയും. അങ്ങനെ കരയാൻ പാടില്ല എന്നൊന്നുമില്ല. റസൂല് കരഞ്ഞിട്ടുണ്ടല്ലോ. റസൂല് പല സന്ദർഭത്തിലും കരഞ്ഞിട്ടുണ്ട്. അള്ളാഹനെ ആലോചിച്ചിട്ട് മാത്രമല്ല, പലപ്പോഴും പ്രിയപ്പെട്ട പലരും നഷ്ടപ്പെട്ടു പോയപ്പോഴൊക്കെ റസൂല് കരഞ്ഞിട്ടുണ്ട്. ഒരിക്കല് റസൂലിന്റെ മകളെ കബറടക്കിയിട്ട് റസൂല് കബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലിന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, റസൂലെ അന്ന് കരയുകയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂല് പറയുന്നുണ്ട്, ഇത് അള്ളാഹു മനസ്സിലിട്ട് തരുന്ന റഹ്മത്താണ് എന്നാണ്. മനസ്സിൽ റഹ്മത്ത് ഉണ്ടാകുമ്പോ ഈ പറയുന്ന പോലത്തില് നമുക്ക് ദുഃഖവും വ്യസനവും സങ്കടവും കരച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സ്വാഭാവികമായിട്ടുള്ള ഒരു ദുഃഖത്തിന്റെയും വേദനയുടെയും സങ്കടങ്ങൾക്കും അപ്പുറം അതൊരു നിരാശയിലേക്ക് ഒരു വിശ്വാസി പോകില്ല എന്നാണ്. ഒരു നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും പോകുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ്. കാരണം എന്താ? പടച്ചോനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവും എന്നുള്ളതാണ്. എത്ര വലിയ പ്രയാസങ്ങൾക്കിടയിലും ഇതൊക്കെ പടച്ചോൻ നിശ്ചയിച്ചതല്ലേ. അള്ളാഹു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂലല്ലോ. പടച്ചോൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ ഇതുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് പഠിപ്പിച്ച റബ്ബല്ലേ. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രയാസമായി തോന്നുന്ന, എനിക്ക് വേദനയായി തോന്നുന്ന, എനിക്ക് നഷ്ടമായി തോന്നുന്ന, എനിക്ക് ദുഃഖമായി തോന്നുന്ന ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു എളുപ്പവും ഖൈറും എന്റെ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മളിൽ അതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിൽ അള്ളാന്റെ റസൂൽ നമുക്ക് പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെയൊന്നും പതറാതെ മുന്നോട്ട് പോകാൻ അള്ളാന്റെ റസൂലിന് കരുത്ത് നൽകിയ ഒരു ഈമാനിൽ അള്ളാന്റെ റസൂലിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃകയുണ്ട് എന്നാണ്. ഇബാദത്തുകളുടെ കാര്യത്തിൽ അള്ളാന്റെ റസൂൽ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തന്നെ പറയുന്നു, ഖുർറത്തു ഐനി ഫിസ് സ്വലാത്ത്. നിസ്കരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണ് റസൂലിന് നിസ്കാരം വളരെ സന്തോഷാവുന്നത്? അള്ളാന്റെ റസൂലിന് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് റസൂലിനെയും ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ ഹൃദ്യമായിരിക്കും.
ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. നിസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭൂതിയായിരുന്നു റസൂലിന്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ട് നമസ്കാരത്തെ കണ്ട് നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് സ്വഹാബിമാര് പറയുന്നുണ്ട്, അടുത്ത് ചെന്ന് നിന്നാല് നമ്മൾ ഈ അടുപ്പിലൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ അത് തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പോലെ ഒരു ശബ്ദം ഇങ്ങനെ റസൂലിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാറുണ്ട് എന്നാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമസ്കരിക്കുന്ന ഒരു റസൂൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന റസൂലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. കാലിൽ നീരൊക്കെ വന്ന് നിറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയോട് പറയുന്നത് എന്താ? അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ല ആയിഷ, പടച്ചോന്റെ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദി കാണിക്കേണ്ടതാണ്. ആലോചിക്കുക, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇല്ലായ്മയെ കുറിച്ചൊക്കെയാണ് എപ്പോഴും നമ്മൾ പറയാ. ആവലാദികൾ കുറെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ആവലാതി പറയാനാണെങ്കിൽ നമ്മളെക്കാളൊക്കെ എത്രയോ ഇരട്ടി ആവലാദികൾ പറയാനുള്ള ഒരാളാണല്ലോ റസൂല്. നമ്മളൊന്നും കടന്നുപോയിട്ടില്ലാത്തത്രയും ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് കടന്നുപോയ ഒരാളാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത്. ഭൗതികമായി ആലോചിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു പോകാവുന്ന എല്ലാ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും വെയിലും മഴയുമേറ്റ ഒരു ജീവിതമാണ് അല്ലാഹുവിന്റെ റസൂലിന്റേത്. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ? അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിച്ചാൽ എത്ര സുജൂദുകൾ ചെയ്താലും വീട്ടാരാകാത്തത്രയും കടപ്പാടുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നമുക്ക് എവിടെയാണ് മാതൃകയാകേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, റസൂൽ ഇടയ്ക്ക് ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു എന്നാണ്. നല്ല ഖിറാഅത്തുള്ള സഹാബിമാരുണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ചിട്ട് ഇടയ്ക്ക് ഖുർആൻ ഓതാൻ പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനോഹരമായി ഖുർആൻ ഓതുന്ന ഒരു സഹാബിയാണ്. ഒരിക്കൽ റസൂൽ ഇങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. വളരെ ശുദ്ധിമധുരമായ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. അങ്ങനെ ആ നിസായിലെ ഒരു ആയത്ത് അങ്ങനെ ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദി എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഒടുവിലായി ഓതി വെച്ച ആയത്ത് ഇതായിരുന്നു: فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തിലെയും കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാൻ ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ കൊണ്ടുവരും. താങ്കളുടെ സമൂഹത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാൻ താങ്കളെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും താങ്കളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്ന ഒരു ആയത്താണ്. ആ ആയത്തിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് അവിടെ എത്തി. നാളെ പരലോകത്തിന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള ഖുർആനിന്റെ വചനങ്ങൾ ആലോചിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. നമ്മൾ ഖുർആൻ ഓതാറുണ്ടല്ലോ, എത്രയോ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ടാവും. നമ്മളെ കുറിച്ച് പറയുന്ന, നമ്മൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയുന്ന, നമ്മളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന, നമ്മളുടെ മരണത്തെ കുറിച്ച് പറയുന്ന, നമ്മളുടെ ഖബറിനെ കുറിച്ച് പറയുന്ന, മഹ്ശറയെയും വിചാരണയെയും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുന്ന, നമ്മളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പടച്ചറപ്പ് നമ്മളോട് സംസാരിക്കുന്ന എത്രയോ ആയത്തുകളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകാറുണ്ടാകും. നമ്മളുടെ മനസ്സൊന്ന് പിടയാതെ, നമ്മളുടെ കണ്ണുകളൊന്നും നിറയാതെ എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ടാകും, നമ്മൾ ഓതി തീർക്കുന്നുണ്ടാകും. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോൾ കരയുന്ന ഒരു റസൂൽ, ഖുർആൻ ഓതിയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എന്നത് അള്ളാഹു ഇങ്ങനെ ഓതിക്കൊടുക്കുന്നത് പോലുള്ള ഒരു ഫീലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒരു മാതൃക അവിടെ ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ ഏറ്റവും മികച്ച മാതൃകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബിമാരെന്താ പറഞ്ഞിരുന്നത്? സ്വഹാബിമാര് പറയാണ്, എന്നോടാണ് എന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഒരാള് നമ്മളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കണം, മുപ്പർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് നമുക്ക് എപ്പോഴാ തോന്നുക? നമ്മളെ അത്രയും പരിഗണിക്കുമ്പോൾ, നമ്മൾ അത്രയും
നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരാളെ കുറിച്ച് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. ഓരോ സഹാബിമാർക്കും അള്ളാന്റെ റസൂലിന് എന്നോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നണമെങ്കിൽ എത്ര മനോഹരമായിട്ടായിരിക്കും ഓരോരുത്തരോടും റസൂൽ പെരുമാറിയിട്ടുണ്ടാവുക. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നല്ലോ, ഞാൻ 10 വർഷം അള്ളാന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. റസൂലിന് ഇങ്ങനെ സേവനങ്ങളൊക്കെ ചെയ്ത് റസൂൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 10 വർഷം ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും എന്നോട് എന്റെ റസൂൽ എന്ന് പറഞ്ഞ് കോപിച്ചുകൊണ്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. നീ എന്തേ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് കർക്കശമായി പറഞ്ഞിട്ടില്ല. എന്റെ റസൂൽ ഏറ്റവും സൗമ്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. സൗമ്യമായി പെരുമാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരോടും അങ്ങനെയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അങ്ങനെയായിരുന്നു. പറയുന്നുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഖുർആൻ ആയിരുന്നു എന്നാണ്. ഖുർആനിലുള്ള എല്ലാ നന്മകളും ജീവിതത്തിൽ ആവാഹിച്ച ഒരു റസൂൽ, അവരോടൊക്കെയും സൗമ്യമായി പെരുമാറുന്ന ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, അദ്ദേഹം വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതും മാതൃകയാണ്. അദ്ദേഹം വസ്ത്രങ്ങൾ അലക്കും, അവർ വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ബാങ്ക് കൊടുത്ത് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം പോകും എന്ന് പറയാറുണ്ട്. അതും ഒരു സുന്നത്താണ്. നമ്മള് റസൂലിന്റെ സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരെന്താ, സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്ത് നോമ്പുൽക്കുക എന്നുള്ളതാണല്ലോ. അത് മാത്രമല്ല, സുന്നത്ത് എന്ന് പറഞ്ഞാല് വീട്ടിലുള്ള പണികൾ ചെയ്യാന്ന് പറയുന്നത് ഒരു സുന്നത്താണ്. റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ അന്വേഷിച്ചു പോയാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ കിട്ടും. ദേഷ്യം വരുന്ന സമയത്ത് റസൂൽ എങ്ങനെ അതിനോട് പ്രതികരിച്ചത്? ഒരിക്കലും ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു പറയാം. ഒരിക്കലും റസൂല് അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നു പോവാ. അപ്പൊ റസൂലിന്റെ തോളില് ഒരു തട്ടമുണ്ട്. ആ തട്ടം, അതിന്റെ ഒരു അരിക് കുറച്ച് പരുക്കനാണ്. കുറച്ച് പരുക്കനായ അരികുള്ള ഒരു തട്ടം ഇങ്ങനെ റസൂല് കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്രാമീണനായ ഒരാള് വന്നിട്ട് റസൂലിന്റെ തട്ടത്തിൽ പിടിച്ച് അങ്ങ് വലിച്ചു. റസൂലിനെ വിളിച്ചതാണ് അദ്ദേഹം, റസൂലിന്റെ ശ്രദ്ധ ക്ഷണിച്ചതാണ്. അങ്ങനെ പിടിച്ചു വലിച്ചു. ആ വലിച്ചപ്പോ ആ ഷാള് കൊണ്ടിട്ട് റസൂലിന്റെ കഴുത്തിൽ അടയാളം വീടും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരാൾ നമ്മളങ്ങനെ പിടിച്ചു വലിച്ചാല് നമ്മള് ഒരു ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യില്ലേ? ചിലപ്പോ ദേഷ്യപ്പെടും, ചിലപ്പോൾ ആളുകൾ തല്ലും, ചീത്ത പറയും. ഇത് റസൂലാണ്. റസൂല് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് സംസാരിക്കുകയാണ്. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അയാൾ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് ആവശ്യപ്പെട്ടിട്ട് വിളിച്ചതാണ്. അപ്പോ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും റസൂലിന്റെ പ്രതികരണങ്ങളിൽ ആ വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയെ, അങ്ങേയറ്റം വിനയമുള്ള ആളായിരുന്നു അള്ളാന്റെ റസൂല്. ആലോചിച്ചൊക്കെ, റസൂല് വലിയ നേതാവാണ്, അല്ലെ? പ്രവാചകനാണ്, ആ സമൂഹത്തിന്റെ നേതാവാണ്, അവിടുത്തെ ഏറ്റവും വലിയ ആളാണ്. ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകളോട് പോലും വളരെ പരിഗണനമാണ്. അവരോടുള്ള ഏറ്റവും മാന്യമായ സൗമ്യമായ പെരുമാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് റസൂലും അതിനോട് ചേർത്ത് പറയുന്നത് എന്താ? ഞാൻ എന്റെ ഇണകളോട് ഏറ്റവും നല്ലതുപോലെ പെരുമാറുന്ന ആളാണ് ഞാൻ. ഇത് ചേർത്ത് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും വലിയൊരു മാതൃകയായതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയുന്നിടത്താണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാകുന്നത്. മക്കളോട് എങ്ങനെ പെരുമാറണം? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെങ്കിൽ റസൂൽ എഴുന്നേറ്റിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂലിലുള്ള ഒരു മാതൃകയാണ്, ഒരു വെല്ലിപ്പ കൂടിയാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വന്നിട്ട് റസൂലിന്റെ മേത്തൊക്കെ കയറും. അപ്പോ റസൂൽ ദേഷ്യപ്പെടുന്നൊന്നുമില്ല. റസൂല് അവരെ തോളത്തിരുത്തിയും ഒക്കെ ആ നമസ്കാരം പൂർത്തീകരിക്കുകയാണ്. അതിന്റെ പേരിൽ ആരോടും ദേഷ്യപ്പെടുന്നില്ല. ഈ മക്കളൊന്ന് കൊണ്ടുപോയിക്കാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തലയിൽ കൈവച്ചിട്ട് റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ ഈ കുട്ടിക്ക് ദീനിൽ അവഗാഹം നൽകണം, ഖുർആനിനെ വിശദീകരിക്കാനുള്ള കഴിവ് നൽകണം എന്ന് പ്രാർത്ഥിക്കാണ്. പ്രോത്സാഹനം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. റസൂലിന്റെ ഈ പറയുന്ന റസൂൽ എങ്ങനെയാണ് അത്തരം ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള വലിയൊരു പഠനമാണ്. എങ്ങനെയായിരുന്നു റസൂലിന്റെ ഒരു തർബിയത്ത് രീതി എന്ന് പറയുന്നത്? അതിൽ കുറെ കാര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളുടെ നന്മകൾ കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, കുറെ സഹാബിമാർക്ക് കുറെ നല്ല പേരുകൾ ഉണ്ടല്ലോ, അല്ലെ? ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ്
എന്നാണ് പറയാനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ആ നന്മ കൊണ്ട് ആ മനുഷ്യനെ വിളിച്ചാല് ആ നന്മ അയാളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതൊക്കെയും ഈ പേരുകളൊക്കെയും ഈ സ്വഹാബിമാരുടെ ഓരോ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെ വെച്ചുകൊണ്ട് അവർക്ക് പേര് നൽകുന്ന, ആ പേരിൽ അവരെ വിളിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമീപനത്തിൽ അതുണ്ട്. ആളുകളുടെ നന്മകൾ കാണുകയും, ഒരാൾ വന്ന് പള്ളിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിയാത്ത ഒരാളാണ്, മൂപ്പര് വന്നിട്ട് ആ പള്ളിയുടെ ഒരു മൂലയിൽ മൂത്രമൊഴിക്കാണ്. ആ സമയത്ത് സഹാബിമാരെ തടയാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലാം. അപ്പോ റസൂല് ആ സഹാബിമാരെ തടഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, അയാളെ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടും മൂപ്പരോടൊന്നും പറയുന്നില്ല റസൂല്. ഈ സഹാബിമാരോടാ പറയുന്നത്, നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരൂ, എന്നിട്ട് വെള്ളം എടുത്തിട്ട് അത് വൃത്തിയാക്കാൻ പറഞ്ഞു, അവിടെ ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് വൃത്തിയാക്കാൻ പറയുന്നതിന് പകരം അവരെ കൊണ്ട് വൃത്തിയാക്കിക്കുന്നു. അപ്പൊ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് അങ്ങനെ ആവർത്തിക്കൂല. നേരെ തിരിച്ചാണെങ്കിലോ, അങ്ങനെ മൂത്രമൊഴിച്ചപ്പോ ഓടിച്ചെന്ന് കുറെ ചീത്തൊക്കെ പറഞ്ഞ് തല്ലി അയാളെ കൊണ്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കാൻ പറഞ്ഞാല് ആ മനുഷ്യൻ അപ്പതൊക്കെ കേൾക്കും, നീ മൂത്രയിക്കൂല എന്നൊക്കെ പറയും. ഷാളില്ലാത്ത സമയത്ത് മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയും, പതുക്കെ പറയും. ചിലപ്പോഴൊക്കെ റസൂലിന്റെ വാക്കുകളെ ഞങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എങ്ങനെയാകണം, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തുന്ന ഒരു അധ്യാപകന് റസൂലിൽ വലിയ മാതൃക. ഏറ്റവും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഇല്ലാതാവും. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. റസൂൽ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക ചെയ്യാം. ഓരോ സന്ദർഭത്തിൽ ചില കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കഴുത ചത്തുകിടക്കുന്ന ഒരു കഴുതയുടെ ഒരു ചീഞ്ഞ് തുടങ്ങി പറഞ്ഞാൽ ഈ ചത്ത് ചീഞ്ഞ കഴുതയുടെ വിലയുള്ളൂ. അപ്പൊ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പകർന്നു നൽകാൻ ഒരു സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന്റെ രീതിശാസ്ത്രത്തിൽ അള്ളാന്റെ റസൂലിൽ വലിയ മാതൃകയുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് വലിയ മാതൃകയുണ്ട് അള്ളാന്റെ റസൂലിൽ. റസൂൽ ഒരു വിദ്യാർത്ഥി കൂടിയാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. ഹുബ്ബുർ റസൂൽ, റസൂലിനോടുള്ള നാലാമത്തെ കടപ്പാട് എന്ന് പറയുന്നത് റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ്. റസൂലിനെ എന്തിനാ നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ വലിയ കടപ്പാടുകളുണ്ട്. സഹാബിമാർ അള്ളാന്റെ റസൂലിനെ അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള നിൽക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയില്ലല്ലോ. ഒരു മനുഷ്യനായിട്ട് എന്നെ പരിഗണിച്ച, ആ സമൂഹത്തില് എനിക്കൊരു സ്ഥാനം നൽകിയ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടുകൾ ആ സഹാബിമാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, റബിയ റളിയല്ലാഹു അൻഹു റസൂലിനെ ഒരുപാട് സേവനം ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. റബിയ ഒരു തണുപ്പുള്ള ഒരു രാത്രിയില് റബിയക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. റബിയ ആലോചിച്ചത് റസൂലിനെ കുറിച്ചാണ്. റസൂലിനെങ്ങാനും ഈ സമയത്ത് പുറത്തിറങ്ങേണ്ട വല്ല ആവശ്യവും വന്നാൽ അന്ന് വെള്ളം എടുക്കാനൊക്കെ പുറത്തിറങ്ങേണ്ടി വരും. ഈ തണുപ്പത്ത് പ്രയാസം. റബിയ, അത് കുറച്ച് വലിയ ആഗ്രഹമല്ലേ, നീ വേറെന്തെങ്കിലും ചോദിക്കുന്നു പറഞ്ഞപ്പോ റബിയ പറയുന്നുണ്ട്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. ഇല്ല റസൂലേ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാവണമെന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എങ്കിൽ റബിയ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ആലോചിച്ചത് നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ എത്തിയാൽ തന്നെയും താങ്കളൊക്കെ സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടുകളിലായിരിക്കും, ഞങ്ങൾ ആ സ്വർഗത്തിന്റെ മറ്റേതോ ഇടങ്ങളിലായിരിക്കുമല്ലോ. അവിടെ വെച്ചിട്ട് അങ്ങയെ കാണാൻ കഴിയാതെ പോകുമോ എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങാണ്, ഈ ലോകത്ത് മാത്രമല്ലല്ലോ പരലോകത്തും ഞങ്ങൾക്ക് കിട്ടുമല്ലോ, സ്വർഗത്തിനും കിട്ടുമല്ലോ എന്ന സന്തോഷമായിരുന്നു എന്നാണ്. നമ്മൾക്കും ആഗ്രഹമുണ്ട് അള്ളാന്റെ റസൂലിനെ കാണണമെന്ന്. റസൂല് പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകണമെന്നുണ്ട്. നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നാളെ അവിടെ കുറെ ആളുകൾ ഉണ്ടാവും അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമെന്ന് തലമുനിച്ച് നടക്കുന്നത്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെങ്ങനെ പോയപ്പോ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ താന്നു നിന്നിട്ടുണ്ടായിരുന്നു. ആറേരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊമ്പിൽ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തല കുടിച്ചുകൊണ്ട് ഇതിലൂടെ നടന്നുപോയി. ഇന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ച ഒരു നിർവചനമുണ്ട് സുന്നത്തിന്. അതെന്താ, എടുത്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തതുമായ ഒരു കാര്യം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സുന്നത്തിനോടൊക്കെ ഒരു ലാഘവ സമീപനം ഉണ്ടാവും. ഇപ്പൊ സുന്നത്തല്ല, അത് പെടുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ്. പക്ഷെ അള്ളാന്റെ റസൂലിനോടുള്ള ബന്ധം ഫിഖിന്റെ ബന്ധമല്ലല്ലോ, അത് സുന്നത്തിന്റെ ഫിഖിന്റെ നിർവചനമാണ്. അള്ളാന്റെ റസൂലിനോടുള്ള നമ്മളുടെ സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാവണം എന്നുള്ളത്. നമ്മൾ ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട നന്മകളാണ് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോ നമ്മളുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാവണം. അള്ളാന്റെ റസൂൽ ചെയ്ത ഒരു കാര്യം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് നമുക്ക് അള്ളാന്റെ റസൂലിനോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് മാതൃകയായി. ആ മാതൃകയെ നമ്മളുടെ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂൽ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമാതിരിക്കാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എങ്കിൽ ആയിഷ, ഓരോ നമസ്കാരത്തിന്റെ ശേഷവും എന്റെ ഉമ്മത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. അതായത് നമുക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ്. ഒരിക്കൽ റസൂൽ പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥന നൽകി ആടുകളെ കൊണ്ടുവന്നിട്ട് റസൂൽ ബലിയെറുക്കുമ്പോ, ഒരാടിനെ അറുക്കുമ്പോ പറയുന്നത്, അള്ളാഹുവേ, ഇത് എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് ഞാൻ അറക്കുന്നതാണ്. നമുക്ക് വേണ്ടിയിട്ട് ബലികർമ്മം നിർവഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോടാതിരിക്കുക. കാരണം ഞാൻ നിങ്ങളെ മുന്നിലുണ്ടല്ലോ, എനിക്കിങ്ങനെ വഹി ഇറങ്ങുന്നുണ്ട്, അള്ളാന്റെ വഹി ഇറങ്ങുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റസൂലിലാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്കൊക്കെ ശേഷം വരാനിരിക്കുന്ന ഒരു തലമുറ, അവരുടെ മുമ്പിൽ റസൂൽ ഉണ്ടാവില്ല, അവരുടെ മുമ്പിൽ വഹി അവതരിക്കുന്നുണ്ടാവില്ല, അവരുടെ മുമ്പിൽ ഉണ്ടാവുക ഈ കിതാബ് മാത്രമായിരിക്കും. എന്നാലും അവർ ആ കിതാബിനെ മുൻഗണനയെല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടാവും. ആ വലിയ സംഘത്തിന്റെ മുമ്പില് അള്ളാന്റെ റസൂൽ ഉണ്ടാകും. ആ റസൂല് നേതൃത്വം കൊടുക്കുന്ന ആ വലിയ സംഘത്തിന്റെ പിന്നില് നമ്മൾ ഉണ്ടാവണം. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ പിടിച്ചിട്ട് ആ സ്വർഗത്തിലേക്ക് നടന്നു അനുഗ്രഹിക്കണമേ നാഥ. അനീതി ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പലതരത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളിലുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും നീ ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളുള്ള ആളുകള്, അല്ലാഹുവേ, അവരെ നീ സഹായിക്കണമേ നാഥ. അവരുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഒരുപാട് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ടെൻഷനുകളും അസ്വസ്ഥതകളും ഉള്ളവര് ഞങ്ങളിലുണ്ട് നാഥ. മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ എല്ലാം നീ ചേർത്ത് നിർത്തണമേ നാഥ. അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ആളുകള്, ഞങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഇണകള്, സഹോദരങ്ങള്, കുടുംബക്കാര്, കൂട്ടുകാരായവർ, ഞങ്ങളുടെ ഉസ്താദുമാര്, നേതാക്കന്മാർ, അല്ലാഹുവേ, അവരുടെ ന്യൂനതകൾ നീ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങള്, അല്ലാഹുവേ, വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ കാവലണമേ നാഥ. അല്ലാഹുവേ, അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ ഇല്ലാതാക്കി കളയണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട റസൂലിനെ ജീവിതകാലത്ത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരാണ് ഞങ്ങള്. നാളെ പരലോകത്ത് വെച്ച് അള്ളാന്റെ റസൂലിനെ കാണാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാൻ, അള്ളാന്റെ റസൂൽ പോകുന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി. പ്രവാചക ജീവിതത്തിന്റെ വിവിധങ്ങളായ വശങ്ങളിലൂടെ പ്രവാചക ജീവിതത്തെ വിശ്വാസികൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ കാര്യങ്ങളെ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുവാൻ കൂടുതൽ അറിവും കഴിവുകളും അല്ലാഹു അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച കുസ്തി, അതുപോലെ സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്നേഹോഷ്മളമായ നന്ദി.